നഗരസഭയുടെ ശുചിത്വ അംബാസഡർ ആയെന്ന് കേട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ഗുരുവായൂർ തുടർച്ചയായി 2 തവണ സ്വരാജ് പുരസ്കാരം നേടിയതറിഞ്ഞപ്പോൾ അഭിമാനവും. പുനരുപയോഗിക്കാവുന്ന പഴയ വസ്തുക്കളെ കൈമാറ്റം ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുള്ള RRR കേന്ദ്രം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഗുരുവായൂർ തന്റെ അഭിമാനമാണെന്ന് നടി നവ്യ നായർ പറഞ്ഞത്. ഗുരുവായൂർ നഗരസഭയുടെ ശുചിത്വ അംബാസഡറാണ് നവ്യ. ചുൽപ്പുറം ബയോ പാർക്കിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശൈലജ സുധൻ, AS മനോജ്, A. സായിനാഥൻ, സെക്രട്ടറി H. അഭിലാഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ഒരു ശുചിത്വ അംബാസഡറായിട്ട് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് എന്നെ തോന്നി കൊള്ളാലോ. പക്ഷെ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിലല്ല, മറിച്ച് ആ നഗരസഭ അതിൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ച് 2ാം തവണയും ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള ശുചിത്വം പാലിക്കുന്ന നഗരസഭയ്ക്കുള്ള ഒരു സമ്മാനം നേടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അംബാസിഡർ എന്ന നിലയിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ RRR എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് പറയുന്നത്. കാരണം സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഉടുത്ത സാരി അടുത്ത കല്യാണത്തിന് പോകുമ്പോൾ ഉടുക്കൂല. കാരണം ഫോട്ടോയിൽ വന്നു, നമ്മുടെ സോഷ്യൽ മീഡിയ എന്താ പറയുക, യൂട്യൂബിലിട്ടു, അല്ല യൂട്യൂബ് എന്താ പറയുക, ഫേസ്ബുക്കിലിട്ടു, അല്ലേ, കൂടെ പഠിച്ചവർ കണ്ടു, ബന്ധുക്കൾ കണ്ടു, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യൂല. നമ്മളെല്ലാവരും അതിൽ നിർബന്ധിതരായിപ്പോയി. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്, സ്വാപ്പ് ചെയ്യാം, അല്ലേ. നമ്മൾ പണ്ടും ചെയ്യാറുള്ളതാണ്, അല്ലേ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2-3 പെൺകുട്ടികളുണ്ടെങ്കിൽ 3 ആൾക്കും ഓണത്തിന് ഓണക്കോടി എടുക്കുകയാണെങ്കിൽ പിന്നെ മാറി മാറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ചേച്ചിയും അനിയത്തിയും അല്ലെങ്കിൽ കസിൻസും ഒക്കെ മാലയും കമ്മലും ഒക്കെ മാറി മാറി ഇടും. അത് ഇനിയും കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് നമുക്ക് ഉപയോഗം അധികമില്ലാത്ത എന്നാൽ മോശമായിട്ടില്ലാത്ത സാധനങ്ങൾ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണെങ്കിൽ അവിടുന്ന്, ഇതിലിപ്പോൾ പൈസ ഉണ്ടോ പൈസ ഇല്ലയോ എന്നൊന്നുമല്ല. ഞാൻ പുറത്തൊക്കെ രാജ്യത്തൊക്കെ പോകുമ്പോൾ അവിടെ ഇതുപോലത്തെ ഷോപ്പുകളുണ്ട്, വലിയ വലിയ ഷോപ്സ്. അത് ഒന്നൊരു കുറവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എൻ്റെ കസിൻസൊക്കെ തന്നെ അവരുടെ ചെറിയ മക്കളുണ്ടല്ലോ, ചെറിയ കുഞ്ഞു മക്കൾ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മക്കളൊക്കെ ഉണ്ടായിട്ട് അവരുടെ സ്കൂട്ടറും മറ്റു കളിപ്പാട്ടങ്ങളൊക്കെ ഇപ്പോഴും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ സ്റ്റോർ റൂമിലോ ഒരു ബെഡ്റൂമിൻ്റെ പുറത്തുള്ളൊരു ലോഫ്റ്റിലോ അല്ലെങ്കിൽ അലമാരിക്കകത്തോ ഒക്കെ വെറുതെ വേസ്റ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷേ അത് നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത്, ഇതുപോലൊരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അത് പിന്നെ വളരെ ചെറിയ പൈസയ്ക്ക് ആൾക്കാർക്ക് വാങ്ങിച്ചിട്ട് മറ്റു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്.